പാലക്കാട് കൊല്ലങ്കോട് അറിയപ്പെട്ടിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, ഷഹീറാണ്. കൊല്ലങ്കോട്ടേക്കുള്ള യാത്രയും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് പഴക്കമുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞ് നമ്മൾ നേരെ പാലക്കാടേക്കുള്ള യാത്രേൻ്റെ ഇടയിൽ വരിക്കാശ്ശേരിമന ഒന്ന് കയറി. വരിക്കാശ്ശേരിമനയിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഒറ്റപ്പാലം മായന്നൂർ പാലം വഴിയാണ് നമ്മൾ കൊല്ലങ്കോട്ടേക്ക് പുറപ്പെടുന്നത്. മായന്നൂർ പാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ചുമ്മാ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോട് എത്തുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് എവിടേക്കാണ് നമ്മൾ ഫുഡ് സ്പോട്ട്, ഏതാണ്, എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ നോക്കുന്നത്, ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കൊല്ലങ്കോട്ടേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഏകദേശം ഇനി 9 കിലോമീറ്ററാണ് കൊല്ലങ്കോട്ടേക്ക് നമുക്ക് ഉള്ളത്. പക്ഷെ കൊല്ലങ്കോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ചൂടുള്ള സമയമായിരുന്നു കേട്ടോ. കാരണം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പാടങ്ങളാണ്, നല്ല വെയിലായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കൊല്ലങ്കോട് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ചെല്ലഞ്ചേട്ടൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തുന്നതിൻ്റെ മുമ്പായിട്ടുള്ളത് നമ്മൾ കൊല്ലങ്കോട്ടയിലുള്ള ആ വയലുകളും അതുപോലെ തന്നെ നല്ല കുളങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഏകദേശം ഈ കുളം കഴിഞ്ഞ് ഏകദേശം കുറച്ച് നമുക്ക് യാത്ര ചെയ്യാനുള്ളൂ. കൊല്ലങ്കോട്ടേക്ക് ഏകദേശം 1-2 കിലോമീറ്റർ മാത്രമാണ് കൊല്ലങ്കോട്ടേക്കുള്ളത്. കൊല്ലങ്കോട്ടയിൽ നിന്ന് കുറച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ അവിടെ എത്തുള്ളൂ. ഒരുപാട് പേര് വരുന്നുണ്ട് അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട. അറ്റ്ലീസ്റ്റ് ഏകദേശം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ബിൽഡിംഗ് ആയിരിക്കില്ല നിങ്ങൾ കാണാൻ കഴിയുക. വേറൊരു രൂപത്തിലൊരു ഷീറ്റ് കൊണ്ടിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന റെസ്റ്റോറൻ്റാണ് ആദ്യം നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയുക. ഞങ്ങളവിടെ എത്തിയ സമയത്ത് അത് നമ്മൾ കുറേ നോക്കി. പക്ഷേ അവർ ബിൽഡിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളിൽ പരാമർശം ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സിനിമാ മേഖലയും രാഷ്ട്രീയ മേഖലയും വ്ളോഗർമാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഹാള് ഫുള്ളായിട്ട് ആളുണ്ടായിരിക്കും. ഞങ്ങൾ പോയ സമയം ഏകദേശം 1-1.5 ആയിരുന്നു ഏകദേശം. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ ആൾറെഡി സീറ്റിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞങ്ങൾ വന്ന സമയത്ത് അവിടെ കുറച്ച് പേര് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ, ആ സൈഡിലൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് പിന്നെ പുതിയ കഴിക്കാനായിട്ട് വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡ് ബ്ലാങ്ക് ആയപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല വന്നു, അച്ചാറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ ആരുമില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹാള് ഫുള്ളായിക്കണം. ഫുള്ളായതിന് ശേഷമാണ് അവർ സർവിങ് തുടങ്ങുന്നത്. ഫുള്ളാവുന്ന പറഞ്ഞാൽ നമുക്ക് ഇരുന്നിട്ട് ഏകദേശം ബാക്കിയുള്ളവരൊക്കെ കഴിക്കൽ കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ഹാള് ഫില്ലായിട്ടുണ്ട്. അത്രത്തോളം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് മൊത്തം. അപ്പോഴത്തേക്ക് ഏകദേശം അവർ സെർവിങ് തുടങ്ങുന്ന സമയം ആവുമ്പോഴത്തേക്ക് തന്നെ ആ ഹാള് ഫില്ലായിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇത് വരുന്നുണ്ട്. നമ്മളെ മെനുവിലുള്ള അച്ചാറ്, ചമ്മന്തി, ഉപ്പേരി, അവിയൽ, തോരൻ, അങ്ങനെ ഓരോ സാധനങ്ങൾ, ഓരോ വിഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചോറ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ അരിയുടെ ചോറ്, നമ്മൾ ഇവിടെ ഉള്ള ഒരു അരിയല്ല നമുക്ക് കിട്ടിയത്, അല്ല അവിടെ ഉള്ളത് അറിയില്ല നമുക്ക്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മളതൊക്കെ കഴിച്ചു. ഒരു കൂടൊരു മീനും പറഞ്ഞു. ഏകദേശം ഒരാൾക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയാണ് ചോറിന് വരുന്നത്. നമുക്ക് മീൻകറി അവിടെ കിട്ടില്ല, സാമ്പാറാണ് കിട്ടുക. ഞാൻ ചോദിച്ചു മീൻകറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. 50 രൂപയാണ് ചോറിന് വരുന്നത്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു മീനും എടുത്തു. മീനിന് 70 രൂപയാണ് മീൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും എങ്ങനെയുണ്ട് ചെറിയ ഫുഡ്? സൂപ്പർ. ഉഷാറല്ലേ? വന്ന മുതലായില്ലേ?